Okay, so good afternoon, everyone. And on behalf of KCWFNA, I would like to welcome Mrs. Kunyumol Vadakedam from New York for this special Onam cooking segment. Welcome, Chechi. Thank you, Shane. As many of you know, Kunjumol Chechi is known for her culinary skills and is the inspiration behind Joe Vadakedam's success journey. Joe is Kunjumol Chechi's son and is Instagram famous. He is known as the Fire Escape Guy and has an Instagram page called The Joe Must Go On. We are very proud of him. I'm sure you are very proud of him as well, Chechi. Yes. Chechi, thank you for joining us today during the Onam season to share a deliciously sweet recipe. With that, I'm handing it over to you, our own Kunjumol Vadakedam from New York. Thank you. Thank you, Shiny. I'm going to start my cooking. And thank you for KCWFNA selecting me for doing this Onam celebration cooking. And happy Onam to all of us and all of you. നമ്മുടെ കുക്കിങ്ങിന് ഞാനിന്ന് എടുത്തിരിക്കുന്നത് അടപ്രഥമനാണ്. അടപ്രഥമൻ എന്ന് പറഞ്ഞാൽ പ്രഥമനിൽ പ്രധാനൻ അടപ്രഥമൻ എന്നാണ് സാധാരണ പറയുന്നത്. എല്ലാ സദ്യകൾക്കും, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ സദ്യകൾക്കും അടപ്രഥമൻ ഇല്ലാതെ ഒരു സദ്യയും കാണാറില്ല. അതുപോലെ തന്നെ നമ്മുടെ ഓണത്തിന് ഒന്നല്ല രണ്ട്, ചിലപ്പോൾ മൂന്നും നാലും പായസങ്ങളായിരിക്കാം ഉണ്ടാക്കുന്നത്. അതിൽ അടപ്രഥമനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. സത്യത്തിൽ ഇത് വളരെ ഈസിയാണ്. ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണിക്കാം. ശർക്കര എടുക്കണം. ഞാൻ സാധാരണ ശർക്കര എടുക്കുമ്പോൾ രണ്ട് ടൈപ്പിലുള്ള ശർക്കര എടുക്കും. ഒന്ന് ബ്ലാക്ക് കളറുള്ളതും ഒന്ന് കളറുള്ളതും എടുക്കും. അത് മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു കളറിങ് കിട്ടും അതിന്. പിന്നെ ഞാൻ എടുക്കുന്നത് കാഷ്നട്ട്സ് കുറച്ച്, അത് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ അട. അതായത് നമുക്ക് ഈ അട തന്നെ ഉണ്ടാക്കാം. നമുക്ക് ഇലയിൽ അണിഞ്ഞ അട നമുക്ക് സാധാരണ ഉണ്ടാക്കാം. പക്ഷെ ഞാനത് ഉണ്ടാക്കിയില്ല ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു വാങ്ങിക്കുന്നത് തന്നെയാണ് നമുക്ക് ഈസി. ഞാൻ ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയത് അട തന്നെ ഉണ്ടാക്കിയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് വേണ്ടിയത് ശകലം കോക്കനട്ട് ഓയില്, പിന്നെ നമുക്ക് നെയ്യുണ്ട്. ഇത് ഗീ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങാപ്പാല്. സാധാരണ ഞാൻ ഈ വാങ്ങിക്കുന്ന തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ തിക്കാണ്. ഞാൻ 3 ക്യാനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടത് വെസൽ ഏതാണെന്ന് ചോദിച്ചെന്നാൽ സാധാരണ കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഇളക്കുമ്പം അത് കങ്ങം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഉരുളിയുണ്ട് എനിക്ക്. ആ ഉരുളി ഉള്ളിടത്തോളം കാലം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് പായസം ഉണ്ടാക്കാം. ഞാൻ അലുവ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കും. ഇറച്ചി വെളുത്താം. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ മക്കളും ഇത് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ എൻ്റെ 3 മക്കളെയും കുക്കിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലാണ് ജോക്കുട്ടൻ ഇപ്പം വളരെയധികം കുക്കിംഗ് ചെയ്യുന്നുണ്ട്. ഷോയൊക്കെ ഉണ്ട് പറഞ്ഞ്. പിന്നെ ഇനിയിപ്പം ഞാൻ തന്നെ നമുക്കിത് കുക്കിംഗ് കാണിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അട വേവിക്കുക. അതായത് ഈ അട എടുത്തിട്ട് നമ്മളൊരു നല്ല ഒരു വലിയൊരു വെസലില് ഒരു 2-3 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് തിളച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിളച്ചു കഴിഞ്ഞ് വേണം ഇതിടാൻ. തിളച്ചു കഴിഞ്ഞ് 2-3 മിനിറ്റ് തിളച്ചു കഴിഞ്ഞ് നമ്മളത് അടച്ചു വെക്കുക. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ്, അതായത് നമ്മൾ ഇതെല്ലാം കൂടെ ശരിയായി കഴിയുമ്പോൾ നമുക്കത് ഊറ്റിയെടുത്താൽ മതി. ഞാൻ അങ്ങനെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ അടയെന്ന് പറയുന്നത്. നമ്മുടെ ഇത് ചോറ് പോലത്തെയാണ്. വെന്ത് കഴിയുമ്പോഴത്തേക്ക് ശകലം തിക്നെസ് ഉണ്ട് ഈ വെള്ളത്തിന്. അത് നമ്മൾ ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പം അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് അടുപ്പയിലേക്ക് ഉരുളി വെക്കാം.
ഞാനിത് ഇത് ശർക്കര നന്നായിട്ട് ഉരുക്കി ഈ ഉരുളിയിലേക്ക് ഒഴിച്ച് വാങ്ങിയത്. എന്നിട്ട് നമുക്ക് ഓൺ ചെയ്യാം. ഈ ശർക്കര ഉരുക്കി ഉരുളിയിൽ ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ അത് നന്നായിട്ട് ചൂടാക്കുക, തിളയ്ക്കും. അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഉരുളിക്കകത്ത് നമ്മൾ ഉപയോഗിക്കുമ്പം ഈ തടിയുടെ ചട്ടുകം ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതിന് ചൂട് ഉണ്ടാകുകയില്ല. അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇത് നന്നായിട്ട് വേഗണം. ഇത് വേഗാലേ ഉള്ളൂ അതിന്റെ ആ രുചി വരുന്നത്. അതായത് വെള്ളം കംപ്ലീറ്റ് പോകണം ഇതിന്റെ. ആ ഉരുക്കിയ ശർക്കരയിൽ നമ്മൾ ആ എടുത്ത വെള്ളം കംപ്ലീറ്റ് പോയി കഴിയുമ്പം ഇതുപോലെ തന്നെ ഇത് കണ്ടോ തിളച്ച് പൊങ്ങി വരും. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനകത്ത് ഒട്ടും വെള്ളം ഇല്ല എന്ന് തന്നെയാണ്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അട നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീ, മീഡിയം തീയിൽ വെച്ചാണ് നമ്മൾ ആദ്യമേ അടയിട്ട് കൊടുക്കുക. നന്നായിട്ട് ശർക്കര വെന്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടയിട്ട് കൊടുക്കാനായിട്ട്. ഈ അടയിൽ നമ്മൾ നേരത്തെ അത് സ്ട്രെയിൻ ചെയ്ത് വെക്കണം. ഇതിൻ്റെ അകത്ത് ഒരു തരി വെള്ളം പോലും വരരുത്. കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ അതിന് വെള്ളച്ചോറ് ഉണ്ടാവും. വെള്ളം ഒട്ടും ഇല്ലാതെയാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. ശർക്കരയിൽ വെള്ളം കാണരുത്, അടയിൽ വെള്ളം കാണരുത്. നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി ഈ അട വെന്തതാണ്. ഇനി അത് മയങ്ങി വരണം. അതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് മയങ്ങി അതായത് ആ ശർക്കരയോട് ചേർന്ന് വരണം. അപ്പൊ അതിൻ്റെ അത് കംപ്ലീറ്റ് വെള്ളം പോവാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ചോറ്. അതായത് ചെറിയ സ്ക്വയർ ആയിട്ടുള്ള വാങ്ങിച്ചത് നമുക്ക് മാർക്കറ്റിൽ വലിയ പീസുകൾ വാങ്ങിക്കാൻ കിട്ടും. അതിനേക്കാളും നല്ലത് അതിന്റെ ചെറിയ പീസുള്ളത് അട വാങ്ങിക്കുകയാണ് നല്ലത്. Amma, you're doing a great job. ജിമ്മാണ് ഇതിന്റെ വീഡിയോ എടുക്കുന്നത്. അവന് നന്നായിട്ട് കുക്കിംഗ് അറിയാം. അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അവൻ ഏതാണ്ട് സ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പം പായസത്തിന് വേണ്ടി അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുവാണ്. തിളക്കട്ടെ. അതിനിടയ്ക്ക് എന്തെങ്കിലും പറയാനാണെങ്കിൽ എന്റെ ഹോബി സത്യത്തിൽ കുക്കിംഗാണ്. ഞാൻ എപ്പോഴും തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് ഇതൊന്നും ഒത്തില്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് എങ്ങനെയും അത് ഒത്തുവരും. സാധാരണ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ആണ് കുക്കിങ്ങിൽ. ഞാൻ സാധാരണ കപ്പയിറച്ചി, റിബ്സ് അതെല്ലാം ഉണ്ടാക്കും. ഇപ്പൊ നമുക്കിത് തിളച്ച് വന്നു. എന്നിട്ട് നമ്മളത് ഇനി അത് തിക്കായിട്ട് വന്നു. Kunyo ചേച്ചിയുടെ ഫേവറേറ്റ് ഡിഷ് എന്താ? എന്റെ ഫേവറേറ്റ് ഡിഷ് കപ്പയിറച്ചിയാണ്. സാധാരണ എന്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ ഞാൻ ജോബിട്ടന്റെ യൂട്യൂബിൽ ഉണ്ടാക്കിയിടാം. ചേച്ചിയുടെ റെസിപ്പീസ് ഒക്കെ ചേച്ചി കാണാപ്പാടാണോ അത് എവിടെയെങ്കിലും എഴുതിയിട്ടിട്ടുണ്ടോ? ഇല്ല, എല്ലാം കാണാപ്പാടാ. പക്ഷെ ഞാൻ ഇനി ഒരു യൂട്യൂബില് ഇടാം. പലതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഇടാനായിട്ട്. ഞാൻ ഒരു യൂട്യൂബിൽ കിടപ്പുണ്ട് എന്റെ കുഞ്ചൂസ് കിച്ചണിന്റെ അകത്ത്. അത് നമ്മുടെ നാട്ടിലെ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് അത് പ്രത്യേകിച്ച് ഐസിങ് ചെയ്യുന്നത്, നാട്ടിലെ പഴയ കാലത്തെ ഐസിങ് ചെയ്യുന്നത് ഇവിടെ ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ പോയി അത് ഒരു ഗോർമേയിൽ പോയി അവിടുത്തെ ബേക്കറി പോയിട്ട് പഠിച്ച് ഞാൻ അത് ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് സാധാരണ എല്ലാ വർഷവും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇത് തിളച്ച് പത വരുന്നതാണ് അതിന്റെ ആ
നല്ല അതായത് അത് ചേരുവാണ് അടയും അതുമായിട്ട് ശർക്കരയായിട്ട്. Such a good smell. You can smell. നല്ല smell. അപ്പൊ തന്നെ നമ്മള് ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കുന്നില്ല. ഇത് ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ആ തേങ്ങാപ്പാലും ഇനി നമ്മളത് കുറേ വരും. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇതിന്റെ അകത്ത് നമ്മള് ജീരകമോ എന്നതാ ഏലക്ക അങ്ങനത്തെ ഒന്നും ഇടത്തില്ല. അടപ്രഥമന്റെ അകത്ത് ആകപ്പാടെ നമ്മൾ ഇടുന്നത് കാഷ്യൂ നട്ട്സ് മാത്രമേ ഇടുള്ളൂ. കുഞ്ഞുമോളേച്ചിയാണ് ഞങ്ങളുടെ മോള് പായസം കുടിക്കാനായിട്ട് അവൾ എത്തി നോക്കുന്നു. വരാൻ പറ വെച്ചിട്ടോട്. ഇതിന്റെ ഏറ്റവും നല്ലത് ഇതിന്റെ നമ്മുടെ ഈ ചട്ടിയാണ് എളുപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. മറ്റേ ഉണ്ടാക്കാം, നമ്മുടെ സാധാരണ ഇച്ചിരി ഹാർഡല്ല, നമ്മളത് നോക്കി നിൽക്കണം, കരിയരുത്. ഇതിന്റെ അകത്ത് നമ്മൾ ഈ പായസം കരിയത്തില്ല. ഞാൻ ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. എല്ലാവർക്കും പായസത്തിൽ നെയ്യുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ചിലർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിക്കേണ്ട ഒരു കാര്യവുമില്ല. അതിന് പകരം വേണമെങ്കിൽ കുറച്ച് ബട്ടർ ഇട്ടാലും മതി. നേരത്തേന് ആ ടേസ്റ്റ് ഒരു ശകലം വ്യത്യാസം വരും. പക്ഷെ നാട്ടിലെല്ലാവരും നമ്മുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ആ നെയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ആ നെയ്യും നമ്മുടെ തേങ്ങാപ്പാലും കാഷ്നട്ടിനും അതിന്റെ ആ ടേസ്റ്റ് ആണ് നമ്മൾ എപ്പോഴും അടപ്രഥമനാണ്. ഇതാ ഇങ്ങനെയാണ് അട മയങ്ങി വരുന്നത്. കട്ടിയാകാൻ തുടങ്ങി. കുറച്ചുകൂടെ വെള്ളം വറ്റി വരുവാണെങ്കിൽ, കാരണം ആ തേങ്ങാപ്പാലിൻ്റെ അകത്ത് നമുക്ക് വെള്ളം ഉണ്ടല്ലോ, അപ്പൊ അത് നന്നായിട്ട് വറ്റി വരുന്നത്.
Amma, do you have any other hobbies besides cooking? അയ്യോ ജോയ നീയാണോ? ഞാൻ എവിടെയുണ്ട്. Oh, yes. I have gardening, Ah, so that's my hobby. ജോലി എന്നാ? അമ്മ നേഴ്സല്ലേ? നേഴ്സാണ്. എനിക്കറിയത്തില്ല. ഞാനത് ഷെഫാണ്. ആ അതെ. Joe, you're here. Thank you. Yeah. Hello. I'm in Hawaii. How is Thank you, Joe, for joining us. You're like adding to this segment. A special guest. Thank you. Special guest, no problem. Yeah, Ameda cooking is top notch, number one. That's awesome. പിന്നെ ഞാൻ തയ്ക്കും നന്നായി. മീൻസ് എനിക്കുള്ളതെല്ലാം തയ്ക്കും. പിന്നെ ആർക്ക് എന്തെങ്കിലുമൊക്കെ ഓൾട്രേഷൻ ഒക്കെ ഉള്ളെങ്കിൽ തയ്ച്ചു കൊടുക്കും. ഇതൊക്കെയാണ് എന്റെ ഹോബി, കുക്കിങ്. അമ്മയുടെ പെണ്ണ് ഇവിടെ ഉണ്ട് കേട്ടോ. ക്രിസ്റ്റി ക്രിസ്റ്റി ഇവിടെ ഉണ്ട്. എല്ലാം കാണുവാ. ഹായ് ക്രിസ്റ്റി. സോ ഇപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റും. ഇത് നല്ല തിക്കായിട്ട് വരുന്നു. ഒരു വിതിൻ 5 minutes നമുക്കിത് ഓഫ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനിത് ഒരു മാക്സിമം നമ്മളൊരു 30 minutes ഇതിൽ എടുക്കുകയുള്ളൂ. നമ്മള് ഇത് ഒത്തിരി കഷ്ടപ്പാടുള്ള ഒന്നുമല്ല. കാരണം സാധനങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കണം. നേരത്തെ കുഞ്ഞുമോൾ ചേച്ചി, ഇതാണോ ഏറ്റവും നല്ല പായസം ചേച്ചിയുടെ ഒപ്പീനിയനില്? ഇതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് വരുന്ന പായസം. അതെ. നമുക്ക് ചെറുപയർ പായസം ഉണ്ടാക്കുമ്പോഴും അതും ടേസ്റ്റിയാണ്. പക്ഷെ അതിനേക്കാളും എനിക്കിഷ്ടമില്ല അടപ്രഥമൻ. ഇത് എനിക്കും അതെ, എന്റെ ഹസ്ബൻഡ് ജേസനും അതെ. ജേസന് കുക്ക് ചെയ്യാൻ അറിയത്തില്ല, പക്ഷെ എല്ലാം നല്ല ടേസ്റ്റ് ചെയ്ത് അതിന്റെ കുറവുകളൊക്കെ എനിക്ക് പറഞ്ഞു തരും. അത് നമ്മൾ കുക്ക് ചെയ്താ പോരാ, കഴിക്കാൻ ആൾക്കാരും വേണമല്ലോ. അതെ ശരി. കഴിക്കാനും നമുക്ക് എപ്പോഴും ആൾക്കാർ വേണം. പക്ഷെ എന്റെ 3 മക്കളും അതുപോലെ തന്നെ ക്രിസ്റ്റിയും പിങ്കിക്കും ഒക്കെ ടേസ്റ്റ് ചെയ്യാനെല്ലാം മീൻസ് അവര് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ അവര് കഴിക്കും. അതുപോലെ തന്നെ പിള്ളേരെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചപ്പോഴും അവർക്ക് ഇഷ്ടമായിരുന്നു ഇന്ത്യൻ ഫുഡ്. അവര് കഴിച്ചു വന്നിട്ട് അതിൻ്റെ അകത്ത് അവര് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യുമായിരുന്നു. ഇവിടുത്തെ കാണാൻ പറ്റും. നമുക്കിത് കണ്ടോ തിക്കായി വന്നു. ഒരു 2 minute കൂടെ ഇരുന്ന അതിന്റെ ആ കറക്റ്റ് കൺസിസ്റ്റൻസി. ചേച്ചി, ഉരുളി എന്നാ മെറ്റീരിയലാ? അത് ഇതിന് പറയുന്നത് ഓട്ടുരുളി ആയിരിക്കും. ഓട്ടുരുളി. അതാ നമ്മുടെ നാട്ടിലെ പഴയ എന്തിനാ. ഇതിന്റെ ഈ സെയിം ചേർന്നുണ്ട്, ഇതിന്റെ വലുതും ഉണ്ട്. ഞാൻ സാധാരണ സ്പെയർ ടിപ്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ വലുതിന്റെ അകത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ഒത്തിരി ഉണ്ടാക്കേണ്ടിയപ്പോ ഞാൻ അതിന്റെ അകത്ത് ഉണ്ടാക്കും, അല്ല ഇതിന്റെ അകത്ത് ഉണ്ടാക്കും. നമുക്കിത് ഒരെണ്ണം ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് എല്ലാവർക്കും. നമ്മുടെ കേക്ക്സ് നല്ല ടേസ്റ്റ് വരും. നമ്മൾ അട ആദ്യം നെയ്ക്കകത്തെങ്ങാനും ഇട്ട് വറക്കണോ വേവിക്കുന്നതിന് മുമ്പ്, അതോ വെറുതെ വേവിച്ചാ മതിയോ? അതൊന്നും ചെയ്യണ്ട. നമ്മൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന വട ഒന്നും ചെയ്യണ്ട. അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ശകലം നമ്മുടെ കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് ട്രെയിനറിലിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. അത് അല്ലെങ്കിൽ നമ്മുടെ ഇലയിൽ അണിഞ്ഞ അട ഉണ്ടാക്കുവാണെങ്കിൽ അതും നല്ലതാണ്. പക്ഷെ അത് സമയമെടുക്കും. നമ്മുടെ പായസം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നന്നായിട്ട് വന്നു. ഞാനത് കാരണം നമ്മൾ ഒത്തിരി തിക്കാക്കി കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ അത് ഒത്തിരി ഇതായി പോകും. അപ്പം ഇത് നമ്മളെ എടുക്കുന്നതിന് മുന്നേ, അതായത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ
ശകലം തേങ്ങാപ്പാൽ കൂടെ അതിനകത്ത് ഒഴിക്കും. ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ശകലം തേങ്ങാപ്പാൽ, ആ ടേസ്റ്റ് വരാനായിട്ട്, ആ തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് തന്നെ മുന്നിൽ നിന്നോളൂ നേരത്തേക്ക്. അതുപോലെ തന്നെ നമുക്ക് ഈ ഉരുളിയിൽ നിന്ന് മാറ്റുന്നതിന് ഒരു 10 മിനിറ്റ് ഈ ഉരുളി വെക്കുവാണെങ്കിൽ ആ ടെമ്പറേച്ചർ പായസത്തിന്റെ ഉരുളിയുടെ കൂടെ ടെമ്പറേച്ചർ ഒരുപോലെ ആയി കഴിയുമ്പോഴത്തേക്ക് മാറ്റണമെന്നാണ് ഇവർ പറയുന്നത് സാധാരണ. ഓക്കെ, ഇനി ഞാൻ കാഷ്നട്ട് ഇടുവാണ്. ഇത് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇടാവുള്ളൂ, വേറെ ഒന്നും ഇടുന്നവരുണ്ട്. പക്ഷെ ഇതാണ് ടേസ്റ്റ് സാധാരണ. അല്ലെങ്കിൽ നമ്മുടെ ഏലക്കായുടെയും ജീരകത്തിന്റെയും ഒക്കെ ടേസ്റ്റ് ആണ് നമ്മുടെ വായി വരുന്നത്. ഈ പായസം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാതെ പറ്റും. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇതിന്റെ കളറും വന്നു, ഇതും വന്നു. ഞാൻ ഇനി പായസം എടുക്കാം. ചൂടാകട്ടെ, എന്നിട്ട് ഇതിനെ കൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യിക്കാൻ പോവാണ്. ജയ്സ, Good try. ഊതിക്ക്. That's really good. Really good. Okay. Let me taste. ചേച്ചി ഞങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നെക്സ്റ്റ് ടൈം നമ്മൾ എവിടെയാണ് കൂടുന്നത്, നമുക്ക് അന്ന് അവിടെ പായസം ഉണ്ടാക്കാം. ആയിക്കോട്ടെ. ഞങ്ങൾ IKSSന്റെ പിക്നിക് ഒക്കെ വരുമ്പോൾ കപ്പ ഇറച്ചിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുപോകാറുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പാലട ഉണ്ടാക്കി. പിന്നെ ചേച്ചിയുടെ അയൽവക്കംകാർക്കൊക്കെ കൊടുക്കണം തോന്നുന്നു പായസം, നമ്മുടെ ആൾക്കാരുണ്ടെങ്കിൽ. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. Yes, Kunjwal Chechi, so on behalf of KCWFNA, thank you so much. ഞങ്ങൾക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്തതിനും ചേച്ചിയുടെ സമയം എടുത്ത് ഇതെല്ലാം ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നതിനും ഇത് we really appreciate it. And hope to see you more in the future, and also with more recipes and everything to teach us from your expertise. So thank you again, Chechi. Does anybody have any questions or any comments? This is the time. Thank you. Yes, എല്ലാവരും താങ്ക് യു, ചാറ്റിലൊക്കെ താങ്ക് യു എന്നൊക്കെയാണ് പറയുന്നത് ചേച്ചി. താങ്ക് യു സോ മച്ച്. Happy Onam to everybody. And Kunjamolichi, you're beautifully dressed always. You're always beautifully dressed. Happy Onam to you all. Yes, thank you, Divya, for Thank you. joining. Sure, Happy sure. Onam to everyone. Okay, all right, we'll end this, and thank you all for joining. Okay. Thank you, Kunjamal. Thank Great you, job. Kunjamal auntie. You did great. We love you. Thank you.